ഹലോ മക്കളെ, ഷമീം സാറാണ്. അപ്പോൾ നമ്മുടെ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഇനി ഓണം സെലിബ്രേഷൻ്റെ സമയമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ച് ഓണമൊക്കെ ആഘോഷിക്കുക. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ഓണപരീക്ഷയ്ക്ക് മുൻപ് വന്നിട്ടുള്ള കുറച്ച് ന്യൂസുകളാണല്ലേ. അതാണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഓണപരീക്ഷയുടെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള വാർത്തകളായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഓണപരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നുള്ള എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു, ഏറ്റവും ഈസി ആയിട്ട് എഴുതിയ സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള വാർത്തകൾ ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എഴുത്ത് പരീക്ഷയിൽ കുറഞ്ഞത് 30% മാർക്ക് നേടണം. ഒന്നാം പാദ വാർഷിക പരീക്ഷ മുതൽ മിനിമം മാർക്ക് അല്ലേ, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുള്ള കാര്യമാണ്. അതുപോലെ സ്കൂൾ ചോദ്യപേപ്പറുകൾ മാറുന്നു. കാണാപ്പാഠമല്ല, മനസ്സിലാക്കി എഴുതണം. ഓർമ്മ പരിശോധന ആകില്ല, പരീക്ഷ ചിന്തിച്ചെഴുതണം. ഓണപ്പരീക്ഷ മുതൽ പുതിയ രീതി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ നമ്മൾ ഇതിന് മുൻപ് എന്തുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓണപരീക്ഷയ്ക്ക് ഇത്രയും മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടും പലർക്കും വേണ്ട രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നന്നായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഓക്കെ, നമ്മൾ വിചാരിച്ചതിനേക്കാൾ ടഫായിട്ട് പല സബ്ജക്റ്റുകളും മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി മാത്സിൻ്റെ കേസിൽ, അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് സോഷ്യൽ സയൻസ്, ചിലർക്ക് ഹിന്ദിയുടെ കേസിലൊക്കെ ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ അതിനേക്കാൾ മുകളിലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സിലബസിൽ നിന്ന് പുറത്തുനിന്ന് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നേ ഇല്ല. ഓക്കെ, അപ്പോൾ ഓണപരീക്ഷയ്ക്ക് നമുക്ക് അത്രത്തോളം ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നാണ് നിങ്ങളുടെ ഈ കമൻസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലേ. യെസ്, നേരത്തെ കണ്ടാൽ മതിയായിരുന്നു, നേരത്തെ പഠിച്ചാൽ മതിയായിരുന്നു, ബേസിക്സ് അറിയില്ല സാർ, അതുപോലെ തന്നെ പോയി സാറേ പോയി ഇത്തരത്തിലുള്ള ഈ കമൻസ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കമൻസ് നിങ്ങൾക്ക് ഇടേണ്ടി വന്ന സാഹചര്യം എന്താ, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തില്ല, ഈ ന്യൂസുകളെ നമ്മൾ ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ. ഓക്കെ, പിന്നെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചവർക്ക് പോലും A+ എത്താൻ പറ്റാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചില സബ്ജക്റ്റുകളിൽ. എല്ലാ സബ്ജക്റ്റിലും അല്ല, ചിലതൊക്കെ വളരെ ഈസി ആയിരുന്നു. ചില സബ്ജക്റ്റുകൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കുന്ന തരത്തിലുള്ള ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ചില സബ്ജക്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്ത് തന്നെ ആയാലും ക്രിസ്മസ് എക്സാമിന് ഇത് തന്നെ ആവർത്തിക്കും. ഓക്കെ, ക്രിസ്മസ് എക്സാമിനും ഇതേ പാറ്റേണിലായിരിക്കും നമുക്ക് എന്ത് വരിക, പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു എന്താ പറയുക, ഇത് ഫസ്റ്റ് ടൈമിലായതുകൊണ്ട് മക്കളെല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരിക്കും. ഈ ഒരു പണി അവർ ആനുവൽ എക്സാമിലാണ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫസ്റ്റ് ടൈം വളരെ ഈസി ആക്കി, ഓണപരീക്ഷ വളരെ എളുപ്പമാക്കി, സെക്കൻഡ് ടൈമും വളരെ ഈസി ആക്കി, SSLC-കാർക്കാണെങ്കിൽ മോഡൽ എക്സാമും വളരെ ഈസി ആക്കി. എന്നിട്ട് ആനുവൽ എക്സാമിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു പരിപാടി ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ, പുകിലേ അല്ലേ. അറഞ്ചം പുറഞ്ചം എന്ത് ചെയ്യും, ഭയങ്കര രൂക്ഷ വിമർശനമായിരിക്കും. പണ്ട് +1 മാത്സിൻ്റെ എക്സാം നടത്തിയ പോലെ ആയിരിക്കും അല്ലേ, ഫുൾ എന്തായിരിക്കും, വിമർശനമായിരിക്കും അല്ലേ. പക്ഷേ ഇപ്പോൾ അവർ സിസ്റ്റമാറ്റിക്കലി കറക്റ്റ് സമയത്ത് തന്നെ ഈ ഒരു ടഫ്നെസ് കൊണ്ടുവന്നു. അതായത് ഫസ്റ്റ് ടൈം എക്സാമിൽ തന്നെ ഇത്തരത്തിലൊരു ടഫ്നെസ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് റെഡി ആയിട്ടിരിക്കാനുള്ളൊരു സമയം കിട്ടി. ഓക്കെ, ഓണപരീക്ഷ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. നമുക്കറിയാം ആകെ 3 ചാപ്റ്റർ അല്ലെങ്കിൽ 4 ചാപ്റ്റർ, ചില സബ്ജക്റ്റ് 2 ചാപ്റ്ററൊക്കെ പഠിക്കാനുണ്ടാവുള്ളൂ. ഓക്കെ, അതിനപ്പുറത്തേക്ക് ഇല്ല. അപ്പോൾ വെറും എന്താ പറയുക, നമ്മുടെ മൊത്തം ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു 30% അല്ലെങ്കിൽ 25% മാത്രമേ ഇപ്പോൾ നമുക്ക് പരീക്ഷ നടത്തിയിട്ടുള്ളൂ അല്ലേ. ബാക്കി കിടക്കുകയാണ്, ഒരു 70%-ഓളം ബാക്കി അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും മാറാൻ എന്തുണ്ട്, സമയമുണ്ട്. ഓക്കെ, നമുക്ക് ഇനിയും ആ ഒരു എന്താ പറയുക, നമുക്ക് പറ്റിയ ആ മിസ്റ്റേക്ക് തിരുത്താൻ ഇനിയും ഒരുപാട് സമയം ബാക്കി കിടക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താ പറയുക, ഈ വെക്കേഷൻ സമയമൊക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. സെലിബ്രേഷൻ പകൽ മുഴുവൻ നമുക്ക് സെലിബ്രേഷൻ, രാത്രി ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ഇത്തരത്തിലൊരു കമൻറ്റ് നമുക്കിനി ക്രിസ്മസ് എക്സാമിന് ഇടേണ്ടി വരില്ല. നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി കമൻറ്റ് ചെയ്യും, എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട് സാർ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ആ രീതിയിലേക്ക് നിങ്ങൾ മാറും. എങ്ങനെയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ന്യൂസിൻ്റെ ഒക്കെ ഈ ഒരു വാർത്തകളൊക്കെ വളരെ സത്യമായി വന്നിരിക്കുകയാണല്ലേ. ഇതൊന്നും ഫേക്ക് ന്യൂസ് അല്ല. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടു. ഇതൊക്കെ ഒരുപാട് മുൻപ് വന്ന ന്യൂസ് ആയിരുന്നെങ്കിലും ഇപ്പോൾ അത് നമ്മൾ നേരിട്ട് അനുഭവിച്ചു അല്ലേ. ഇനിയിപ്പോൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞവർ അല്ലെങ്കിൽ എക്സാമിൽ ഫെയിലായി പോയവർക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യും അല്ലേ. മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത്. മൊത്തത്തിൽ മാറാണ്, നല്ല കാര്യമാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരട്ടെ, അതിനനുസരിച്ച് നമ്മളും മാറണം അല്ലേ. നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ എക്സാമിൻ്റെ തലേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കാനിരിക്കുന്നു, എന്നിട്ട് നന്നായിട്ട് എഴുതുന്നു, മാർക്ക് വാങ്ങുന്നു. ആ സിസ്റ്റം ഇനി കിട്ടില്ല, ഇനി നടക്കൂല അത് അല്ലേ. അതായത് തലേ ദിവസം മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നിലവിലെ സ്ഥിതി എങ്ങനെ, കഴിഞ്ഞ വർഷങ്ങളിൽ വരെ എന്തായിരുന്നു, നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും.
അല്ലേ? അത്യാവശ്യം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മാർക്ക് കിട്ടും ഒരു മാരത്തോൺ അല്ലെങ്കിൽ മോർണിംഗ് ബൂസ്റ്ററൊക്കെ കണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇരുന്ന് പഠിച്ചാൽ തന്നെ. ഇനിയിപ്പോൾ ലൈവുകളൊക്കെ വിടുക അല്ലേ, അതൊന്നും ഇല്ലെങ്കിലും സ്വന്തമായിട്ട് നിങ്ങൾ വീട്ടിലിരുന്നിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് തലേ ദിവസം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. ഇനി വരാൻ പോകുന്ന എക്സാംസ് ഒന്നും അങ്ങനെ നിങ്ങൾക്ക് ഈസി എന്താ പറയുക ഗെറ്റബിൾ അല്ല. അതായത് പെട്ടെന്ന് നല്ല മാർക്ക് കിട്ടൂല. നമുക്ക് A+ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫുൾ A+ നേടുക എന്നുള്ളത് നമുക്ക് ഹയർ സ്റ്റഡീസിൽ, അതായത് ഇപ്പോൾ +1 അഡ്മിഷൻ കിട്ടാനും ഡിഗ്രിയിലേക്ക് അഡ്മിഷൻ കിട്ടാനൊക്കെ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ മാർക്ക് തന്നെയാണ്, നമ്മുടെ സ്കോർ തന്നെയാണ്. എക്സ്ട്രാ എന്തോ ഉണ്ടായിക്കോട്ടെ, SPC ഉണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ട്, അതെന്തോ ആയിക്കോട്ടെ, ആർട്സ് സ്പോർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മിനിമം വേണ്ടത് എന്താണ്? ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് പരീക്ഷ, ഓരോ പരീക്ഷയിലും നല്ല മാർക്ക് വാങ്ങാന്നുള്ളതാണ്. അത് തന്നെയാണ് എല്ലാ മക്കൾക്കും A+ കിട്ടുന്നു, എല്ലാവർക്കും നല്ല ശതമാനം വിജയം കിട്ടുന്നു. അപ്പോൾ പിന്നെ നമ്മളും ബാക്കിലായി പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസരങ്ങൾ അവിടെ എന്തായി പോവും? നമുക്ക് നഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഹാർഡ് വർക്ക്. ഇനിയും ഇപ്പോൾ കിട്ടിയ ഈ ഒരു പാഠം ഉണ്ടല്ലോ, അതിൽ നമ്മൾ എന്ത് ചെയ്യണം? പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ മാറണം. ഓക്കെ, അപ്പോൾ ഓരോ ക്ലാസ്സിലേക്കും നിങ്ങളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല ക്ലാസ്സുകൾ തന്ന് നിങ്ങളെ ഓരോ പരീക്ഷയിലും ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാച്ചുകൾ അവൈലബിൾ ആണ്. ഓക്കെ, 6ാം ക്ലാസ് മുതൽ +2 വരെ നമുക്ക് ബാച്ചുകളുണ്ട്. ഓരോന്നിൻ്റെയും ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല, അപ്പോൾ നിങ്ങൾക്കറിയാലോ. ഓക്കെ, ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്കറിയാം നമ്മുടെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. യെസ്, നമ്മൾ ലൈവ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരിക. അറിയാത്തവർക്ക് വേണ്ടി സാർ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇതുവരെ നമ്മുടെ ഓണപരീക്ഷ വരെ നമ്മൾ ചെയ്തിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകളായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈവ് ആയിട്ടാണ് ക്ലാസ്സുകൾ തരുന്നത്. ഓരോ സബ്ജക്റ്റിനും നമ്മൾ എന്ത് ചെയ്യും? 2, 3, 4 ലൈവ് ക്ലാസ്. ഇപ്പോൾ ഒരു ചാപ്റ്റർ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 ലൈവുകൾ വരെ പോയിട്ടുണ്ട്. 4 ദിവസം എടുത്തിട്ട് ഒരു ചാപ്റ്റർ, ഒറ്റ ലൈവിൽ കംപ്ലീറ്റ് ചാപ്റ്റർ പറയുകയല്ല ചെയ്യുന്നത്. 2 പാർട്ട്, 3 പാർട്ട്, 4 പാർട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും തീർക്കുന്നത് ലൈവായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ആ ലൈവ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ട ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ചാപ്റ്റർ ഒരു വിഷയമേ അല്ല അല്ലേ. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക? ലൈവ് ക്ലാസ്സുകൾ ഇനി അങ്ങോട്ടും നമുക്ക് എന്ത് വരുന്നുണ്ട്? ഓരോ പുതിയ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകൾ മിസ്സാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക? കാണാം. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അതായത് ലൈവ് ഇൻ കേസ് ആർക്കെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ ആ ലൈവ് ക്ലാസ്സുകൾ അവിടെ ഉണ്ടാവും. ഓക്കെ, മനുഷ്യന്മാരെ കാര്യമല്ലേ, എപ്പോഴും ഇപ്പോൾ ഈ കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ചിലപ്പോൾ ചില ഫംഗ്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു സാഹചര്യം, ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ലൈവ് ഒന്ന് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. ആ ക്ലാസ്സുകൾ അവിടെ റെക്കോർഡഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളത് ഒരുപാട് ദിവസത്തേക്ക് മാറ്റി വെക്കരുത്. എത്രയും പെട്ടെന്ന് എപ്പോഴാണോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്ലാസ്സുകൾ കണ്ടു തീർക്കുക. ഓക്കെ, പിന്നെ ലാംഗ്വേജസിനൊക്കെ റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവാറ്. ലാംഗ്വേജസിൻ്റെ ക്ലാസ് ഇപ്പോൾ ഹിന്ദിയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഉണ്ടാവും. അതിൽ കംപ്ലീറ്റ് വേർഡ് മീനിങ്സ് അടക്കം വേർഡ് ബൈ വേർഡാണ് സാറൊക്കെ ക്ലാസ് എടുത്ത് തരാം. അത് അറിയുന്നവരോട് ചോദിച്ചാൽ മതി അല്ലേ. എന്നെ അറിയുന്നവരോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായിട്ട് വേർഡ് ബൈ വേർഡ് മീനിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചാപ്റ്റർ എക്സ്പ്ലനേഷൻ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ. എല്ലാം ലാംഗ്വേജസിനൊക്കെ നമുക്ക് ക്ലാസ്സുകളുണ്ട്. പിന്നെ നമുക്ക് ചാപ്റ്റർ വൈസ് എക്സാംസ് നടത്തും നമ്മൾ അല്ലേ. ചാപ്റ്റർ വൈസ് എക്സാംസ് നടത്തും. അതായത് ഓരോ ചാപ്റ്ററും നമുക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് അറിയണമല്ലോ. അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മൾ എക്സാംസ് നടത്താറുണ്ട് അല്ലേ. അപ്പോൾ ആ എക്സാംസ് നന്നായിട്ട് എഴുതുക, എന്നിട്ട് അതിൻ്റെ വർക്ക്ഷീറ്റ് ചെയ്യുക. വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ്, പുതിയ ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ സഹി മിലാൻ കരെ എന്ന് പറയുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, അതായത് ചേരുംപടി ചേർക്കുക, മാച്ച് ദ ഫോളോയിങ്. സാധാരണഗതി കഴിഞ്ഞ വർഷം വരെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്താൽ ഓരോന്നിൻ്റെ നേരെ അത് എഴുതിയാൽ മതി. ഇതിപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ പുതിയ ലെവൽ ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്ക് തന്നെ ഉത്തരം തരും. 4 ഓപ്ഷനിൽ നമ്മുടെ ഒരു ഉത്തരം അത് ശരിയായിട്ട് അവിടെ ഉണ്ടാവും. അത് കണ്ടുപിടിക്കുക എന്നുള്ള ടൈപ്പ് പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വർക്ക്ഷീറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് 1 വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ചാകരയാണ് വർക്ക്ഷീറ്റിലുള്ളത്. അത് കംപ്ലീറ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ ആ ചാപ്റ്റർ പച്ച വെള്ളമാവും. ഓക്കെ, പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മോഡൽ എക്സാംസിലേക്ക് കടക്കും. ഓരോ എക്സാമും, അതായത് ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും അതുപോലെ പബ്ലിക് എക്സാമിനൊക്കെ മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് കൃത്യമായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട്, അതായത് ചുമ്മാ തട്ടിക്കൂട്ട് എക്സാം അല്ല, പേരിനൊരു എക്സാം നടത്തുന്നതല്ല. ഈ എക്സാമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്കൊന്നും ഉണ്ടാവണമെന്നില്ല. നമ്മൾ നടത്തുന്ന മോഡൽ എക്സാമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്കൊന്നും കിട്ടിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ എ ഗ്രേഡ് ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. കാരണം അത്രയ്ക്ക് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ തരുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മെയിൻ എക്സാം, നമ്മുടെ സ്കൂളിൽ നടത്തുന്ന മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പം അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് നമ്മുടെ ബാച്ചിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ കാര്യം ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, എല്ലാവരും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവർക്കും കുറച്ചൊക്കെ ബോധം വന്നിട്ടുണ്ട് അല്ലേ. ഈ പഴയ പോലെ കളിച്ച് നടന്നു കഴിഞ്ഞാലും എവിടെ എത്തൂല എന്നുള്ള കാര്യമൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. അത് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ കുട്ടികളെന്നൊന്നുമില്ല, അവർക്കറിയാം, നിങ്ങൾക്കറിയാം അല്ലേ, അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം കുതാ ഹവയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ പിന്നിലായി പോവുകയുള്ളൂ. എല്ലാവരും ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യാം, ചെയ്യുന്നു, നന്നായിട്ട് പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിനും 6ാം ക്ലാസ് മുതൽ +2 വരെ ബാച്ച് ഉണ്ട്. ഓരോന്നിൻ്റെയും ഫീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്, കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കുക, എല്ലാ സംശയങ്ങളും ചോദിക്കുക. എങ്ങനെയൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ചോദിക്കുക, ക്ലാസ്സുകൾ ഉണ്ടാവുമോ, എക്സാംസ് നടത്തുമോ, ഞാൻ പറഞ്ഞൊക്കെ ശരിയാണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാം. ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ അലക്സ് സാർ പറഞ്ഞ പോലെ ഹോണസ്റ്റ് റിവ്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് തന്നെ എന്ത് ചെയ്യണം, സെറ്റാക്കണം. എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ മാറിയ പാറ്റേണോ മാറിയ സിലബസോ അതൊന്നും നമുക്കൊരു വിഷയമല്ല. ടെക്സ്റ്റ് ബുക്കിൻ്റെ മുക്കുമൂലയും നമ്മൾ അരിച്ചു പെറുക്കിയിട്ടായിരിക്കും ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അതും തന്നെ കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസാണ്, നമ്പർ 1 ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ.